കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് നിങ്ങൾക്കറിയാം. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ കിഡ്സ് ഏരിയ ഓൺലൈൻ ലൈവായിട്ട് ട്യൂഷൻ നൽകിക്കൊണ്ടിരിക്കുകയാണ്, ക്ലാസ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. മൺഡേ ടു ഫ്രൈഡേ ക്ലാസ് ആണ്, സാറ്റർഡേ എക്സാം ആണ്. എല്ലാ സാറ്റർഡേയ്സിലും വീക്ക്ലി എക്സാം ആണ്. അപ്പോൾ സെപ്റ്റംബർ 18-ന് ടേം 2 ക്ലാസ് സ്റ്റാർട്ടാവുകയാണ്. സെപ്റ്റംബർ 18-നാണ് നെക്സ്റ്റ് ടേം 2 ക്ലാസ് സ്റ്റാർട്ടാകുന്നത്. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സൂമിൽ ലൈവ് ക്ലാസ് ആയിട്ടാണ് ക്ലാസ് ഉള്ളത്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. ഹലോ ചിൽഡ്രൻ, വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ. ഓണം എക്സാം 2024 ക്ലാസ് 4 നാളെ മാത്തമാറ്റിക്സ് ഗണിതമാണല്ലേ. എല്ലാവരും പഠിച്ചായിരുന്നോ? പഠിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കിയാലോ? റെഡി? ആർ യു റെഡി? യെസ്. ഫസ്റ്റ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്ന ചോദ്യം, അർജന്റീന ഹാസ് won the FIFA World Cup 2022. അർജന്റീന 2022 ഫിഫ വേൾഡ് കപ്പിൽ വിജയിയായി. The table below is the list of champions since 1994. 1994 മുതലുള്ള ചാമ്പ്യൻസിൻ്റെ ലിസ്റ്റ് ഇവിടെ നൽകിയിട്ടുണ്ട്. 1994 ബ്രസീലാണ്, 1998 ഫ്രാൻസ് ആണ്, 2002 ബ്രസീലാണ്, 2006 ഇറ്റലിയാണ്, 2010 സ്പെയിനാണ്, ജർമ്മനി ഏത് ഇയറ അത് കണ്ടെത്താം. 2018 ഫ്രാൻസ് ആണ്, 2022 അർജന്റീനയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഇയർ അർജന്റീന ഓൺ ദ വേൾഡ് കപ്പ്? ഇൻ വിച്ച് ഇയർ ജർമ്മനി ഓൺ ദ വേൾഡ് കപ്പ്? ഏത് വർഷമാണ് ജർമ്മനി വേൾഡ് കപ്പ് കിട്ടിയത്? ഇവിടെ നോക്കിയേ, ഇവിടെ ഇയർ നൽകിയിരിക്കുന്നത് 1994 കഴിഞ്ഞിട്ട് 1998 ഫിഫ വേൾഡ് കപ്പ് നടന്നിരിക്കുന്നത്. 1998 കഴിഞ്ഞാൽ 2002 ഫിഫ വേൾഡ് കപ്പ് നടന്നത്. അപ്പോൾ 1994 കഴിഞ്ഞാൽ 1998, അപ്പോൾ 4 വർഷത്തെ വ്യത്യാസം വരുന്നുണ്ട്. 94 കഴിഞ്ഞാൽ 95, 96, 97, 98. 98 കഴിഞ്ഞാൽ 2002 അപ്പോൾ എങ്ങനെയാ? 1999, 2000, 2001, 2002. ഇപ്പോൾ 4 വർഷത്തെ ഗ്യാപ്പ് വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 2010 കഴിഞ്ഞാൽ എപ്പോഴായിരിക്കും ജർമ്മനി വിജയിച്ചത്? എപ്പോഴായിരുന്നു? 2010 ഫിഫ വേൾഡ് കപ്പ് നടന്നിട്ട് അടുത്ത ഫിഫ വേൾഡ് കപ്പ് നടന്നത് 2011, 2012, 2013, 2014. 2014 ജർമ്മനി ചാമ്പ്യനായത്. വീണ്ടും 4 വീതം കൂട്ടി പോയിട്ടുണ്ട്. ഓക്കെ, മനസ്സിലായോ? ബി പാർട്ട് ചോദ്യം ചോദിക്കട്ടെ. ബി പാർട്ട് ചോദ്യം, നെയിം ദ കൺട്രീസ് ദാറ്റ് ഹാവ് വോൺ ദ ചാമ്പ്യൻഷിപ്പ് മോസ്റ്റ്. മോസ്റ്റ് എന്ന് പറഞ്ഞാൽ കൂടുതൽ. ചാമ്പ്യൻഷിപ്പ് കൂടുതൽ കിട്ടിയിട്ടുള്ള രാജ്യങ്ങൾ ഏതൊക്കെ? ചില കൺട്രീസിന് കൂടുതൽ പ്രാവശ്യം ചാമ്പ്യൻഷിപ്പ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയുള്ള രാജ്യങ്ങൾ ഏതൊക്കെ? ഇവിടെ നോക്കിയേ, ഫ്രാൻസ് ഇവിടെയും 2018 ചാമ്പ്യൻ ആയിട്ടുണ്ട്, 1998 ചാമ്പ്യൻ ആയിട്ടുണ്ട്. ബ്രസീൽ 1994 ചാമ്പ്യൻ ആയിട്ടുണ്ട്, 2002 ചാമ്പ്യൻ ആയിട്ടുണ്ട്. അപ്പോൾ ഒന്നിൽ കൂടുതൽ കൂടുതൽ ചാമ്പ്യൻഷിപ്പ് കിട്ടിയത് ആർക്കൊക്കെയാണ്? ഫ്രാൻസിനും ബ്രസീലിനുമാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിൽ ദ വേൾഡ് കപ്പ് ഹാപ്പൻ ഇൻ 2024? വൈ? 2024 വേൾഡ് കപ്പ് നടക്കുമോ? 2022 അർജന്റീന ചാമ്പ്യൻ ആയി. ഇനി എപ്പോഴാ? 4 വർഷം കഴിഞ്ഞിട്ടാ. 4 വർഷം വേണോ 2024 ആകാൻ? 2022 കഴിഞ്ഞാൽ 2023, 2024. 2 വർഷം ഗ്യാപ്പ് പോകുന്നതേ ഉള്ളൂ. 2 വർഷം ആയപ്പോഴേക്കും 2024 ആയി. ഇനി എപ്പോഴാണ്? 2026 നെക്സ്റ്റ് നടക്കുക അല്ലേ? അപ്പോൾ 2024 നടക്കുമോ? നോ. It is because World Cup is held once in 4 years. World Cup is held once in 4 years. 4 വർഷത്തിലൊരിക്കലാണ് വേൾഡ് കപ്പ് നടക്കുന്നത്. നെക്സ്റ്റ് ചോദിക്കുന്നത്, റൈറ്റ് എ ക്വസ്റ്റ്യൻ ദാറ്റ് ക്യാൻ ബി ആൻസേർഡ് ഫ്രം ദ ഗിവൻ ടേബിൾ. ഇവിടെ ഒരു ടേബിൾ നൽകിയിട്ടുണ്ട്. ആ ടേബിളിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന, ഇവിടുന്ന് ആൻസർ കിട്ടുന്ന ഒരു ചോദ്യം ഉണ്ടാക്കുക. എന്ത് ചെയ്യാം? 2022 ആരാണ് ചാമ്പ്യൻ ആയത്? 2010 ആരാണ് ചാമ്പ്യൻ ആയത്? ജർമ്മനി ചാമ്പ്യൻ ആയത് എപ്പോഴാണ്?
ബ്രസീൽ ചാമ്പ്യനായ വർഷങ്ങൾ ഏതൊക്കെ? ചോദിച്ചൂടെ? അതൊരു ചോദ്യം നമുക്ക് ഉണ്ടാക്കാം. ഇൻ വിച്ച് ഇയർ ഇറ്റലി വോൺ ദ വേൾഡ് കപ്പ്? ഇൻ വിച്ച് ഇയർ ഇറ്റലി വോൺ ദ വേൾഡ് കപ്പ്? 2006. ഇൻ വിച്ച് ഇയർ ഇറ്റലി വോൺ ദ വേൾഡ് കപ്പ്? ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായി. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എഴുതാനായിട്ട് അറിയാലോ? അറിയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The table below shows the activities done by Meenu in a day. ഒരു ദിവസം മീനു ചെയ്ത ആക്ടിവിറ്റീസ് ആണ്. ന്യൂസ് പേപ്പർ റീഡിംഗ് മോർണിംഗ് 6:30 to 7. രാവിലെ 6:30 മുതൽ 7 മണി വരെ ന്യൂസ് പേപ്പർ റീഡ് ചെയ്തു. എത്ര മിനിറ്റ് എടുത്തു? 30 മിനിറ്റ് എടുത്തു. 30 മിനിറ്റ്സ് കൊണ്ട് ന്യൂസ് പേപ്പർ റീഡ് ചെയ്തു. പ്ലേയിങ് മീനു കളിച്ചത് ഈവനിങ് 3:30 to 4:30. ഈവനിങ് 3:30 to 4:30 ആണ്. അപ്പോൾ 3:30 to 4:30 വരെ എന്ത് ചെയ്തു? 4:45 ആണ്. അപ്പോൾ 3:30 to 4:30 വരെ 1 hour ഉണ്ട്. പിന്നെ 30 കഴിഞ്ഞാൽ 40, 45. അപ്പോൾ എത്ര വരും? 1 hour 15 minutes ആണ് എന്തിന് വരിക? കളിക്കാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. ടി വി വാച്ചിങ് ഈവനിങ് 5 to 7. വൈകുന്നേരം 5 മണി മുതൽ 7 മണി വരെ ടി വി കണ്ടു. അപ്പോൾ എത്ര മണിക്കൂർ എടുത്തു? 5 മണി കഴിഞ്ഞാൽ 6 മണി 7 മണി 2 മണിക്കൂർ എടുത്തു കേട്ടോ. 2 മണിക്കൂറായി മീനു ടി വി ചെയ്യണ്ടേ. ഡിന്നർ എത്ര സമയമാണ്? നൈറ്റ് 8 to 8:30. 8 മണി മുതൽ 8:30 വരെ. അപ്പോൾ എത്ര സമയം എടുത്തു? 30 minutes എടുത്തു. സ്റ്റഡിങ് പഠിച്ചത് എത്ര മണി മുതൽ എത്ര മണി വരെയാ? 9 to 10:30. 9 മുതൽ 10 വരെ 1 hour. അടുത്ത 30 minutes. അപ്പോൾ 1 hour 30 minutes ആണ് പഠിച്ചത്. മനസ്സിലായോ? അപ്പോൾ അവർ മീനു ചെയ്ത ആക്ടിവിറ്റീസ് ആണ്. ഇനി ഇതിൽ നിന്ന് കുറച്ച് ചോദ്യങ്ങളുണ്ട്. എ ക്വസ്റ്റ്യൻ. വിച്ച് ആക്ടിവിറ്റി ടേക്ക് മോർ ടൈം? ഏത് ആക്ടിവിറ്റിക്കാണ് കൂടുതൽ സമയം എടുത്തത്? ഏത് ആക്ടിവിറ്റിക്കാ? നോക്കിയേ. 2 hours എന്തിനെടുത്തു? നിങ്ങളെപ്പോലെ തന്നെ കേട്ടോ. കണ്ടോ, കൂടുതൽ സമയം ടി വിയാ കണ്ടേ. നിങ്ങളെങ്ങനെയല്ലേ? പഠിക്കുകയാണോ ടി വി കാണുകയാണോ? ഏതാ കൂടുതൽ സമയം എടുക്കുന്നേ? ടി വി വാച്ചിങ് ആണോ? വാച്ചിങ് ആണോ? വാച്ചിങ് ടി വി ഓർ മൊബൈൽസ്? യെസ്. ഇസ് ഇറ്റ് കറക്റ്റ്? നോ. ഓക്കെ, ഇവിടെ നോക്കിയേ. മീനു ടി വി വാച്ചിങ്ങിനാണ് കൂടുതൽ സമയം എടുത്തത്. വാച്ചിങ് ടി വി. സെക്കൻഡ്, ഹൗ മച്ച് ടൈം ഡിഡ് മീനു പ്ലേ? എത്ര സമയം മീനു കളിച്ചു? 3:30 to 4:45. അപ്പോൾ 3:30 to 4:30 വരെ 1 hour. പിന്നെ ഒരു 15 minutes. 1 hour 15 minutes ആണ് മീനു കളിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ആക്ടിവിറ്റീസ് ടേക്ക് ഈക്വൽ എമൗണ്ട് ഓഫ് ടൈം? ഈക്വൽ എമൗണ്ട് ഓഫ് ടൈം എടുത്തത് എന്തിനൊക്കെയാ? ന്യൂസ് പേപ്പർ റീഡിങ്ങിന് 6:30 to 7. ഡിന്നർ 8 to 8:30. അപ്പോൾ ന്യൂസ് പേപ്പർ റീഡിങ്ങും ഡിന്നറും 30 minutes മാത്രമേ എടുത്തുള്ളൂ. അപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എഴുതാനായിട്ട് അറിയാലോ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഗിവൻ ബിലോ ആർ നമ്പർ കാർഡ്സ് ഫോർ മേക്കിംഗ് നമ്പർ പാറ്റേൺസ്. നമ്പർ പാറ്റേൺസ് ഉണ്ടാക്കാനുള്ള നമ്പർ കാർഡ്സ് ആണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ നമ്പർ പാറ്റേൺ ഫോംഡ് ബൈ ദ കാർഡ്സ് ആർ ഗിവൺ. ഈ കാർഡ്സ് ഉപയോഗിച്ച് ഫോം ചെയ്ത ഒരു നമ്പർ പാറ്റേൺ ഇവിടെ തരുന്നുണ്ട്. കംപ്ലീറ്റ് ദ പാറ്റേൺ. ഈ പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യാം. 1256 കഴിഞ്ഞാൽ 1264. അത് കഴിഞ്ഞാൽ 1272, 1256, 1264, 1272. അടുത്തത് എത്രയാണെന്ന് എഴുതണം. അപ്പോൾ 1256 നിന്ന് 1264 എത്താൻ വേണ്ടി എന്ത് ചെയ്തു? 56 കഴിഞ്ഞാൽ 57, 58, 59, 60, 61, 62, 63, 64. 8 കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് കറക്റ്റ് ആണോ എന്നറിയാൻ ഇങ്ങോട്ട് നോക്കാം. 64 കഴിഞ്ഞിട്ട് 65, 66, 67, 68, 69, 70, 71, 72. യെസ്, കറക്റ്റ്. വീണ്ടും 8 കൂട്ടിയിട്ടുണ്ട്. ഇവിടെയും 8 കൂട്ടിയിരിക്കുകയാണ്, ഇവിടെയും 8 കൂട്ടിയിരിക്കുകയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഇവിടെയും എത്ര കൂട്ടിയാൽ മതി? 8 കൂട്ടിയാൽ മതി. 1272 കഴിഞ്ഞാൽ 73, 74, 75, 76, 77, 78, 79, 80. 1080, 1288, 1296, അങ്ങനെ 8 കൂട്ടി പോകുന്നതാണ് ഫസ്റ്റ് പാറ്റേൺ. അപ്പം ഇവിടെയുള്ള നമ്പർ കാർഡ്സ് ഉപയോഗിച്ചിട്ട് പാറ്റേൺ തയ്യാറാക്കി വച്ചിട്ടുണ്ട്.
ബാക്കിയുള്ളത് ഇതിലുണ്ടെന്ന് പറഞ്ഞിട്ടില്ല, നമ്മളോട് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതിനുള്ളിൽ നോക്കിക്കൊണ്ടിരിക്കരുതേ, ഇവിടെ ഉണ്ടോ എന്ന് നോക്കണ്ട. ഇവിടെ ഉള്ളത് നൽകിയിട്ടുണ്ട്, ബാക്കി നമ്മളോട് ചെയ്യാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ നമ്പേഴ്സ് ഇൻ ദ എബോവ് പാറ്റേൺ? നമ്മളിപ്പോൾ നിർമ്മിച്ചൊരു പാറ്റേൺ ഉണ്ടല്ലോ, അതിൻ്റെ റിലേഷൻ എന്താണ്, ബന്ധം എന്താണ്? എന്താ, 8 കൂട്ടി പോയില്ലേ, അടുത്തടുത്തുള്ള 2 സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം 8 ആണ്. The difference between the adjacent numbers is 8. The difference between the adjacent numbers is 8. അടുത്തടുത്തുള്ള 2 സംഖ്യകളുടെ വ്യത്യാസം 8 ആണ്, 8 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്രം 3 patterns using the given cards. ഈ ഗിവൺ കാർഡ്സ്, നൽകിയിട്ടുള്ള കാർഡ്സ് ഉപയോഗിച്ചിട്ട് 3 പാറ്റേൺ ഉണ്ടാക്കണം. അത് നമുക്ക് ഏറ്റവും ചെറിയ നമ്പറിൽ തുടങ്ങാം. ഇവിടെ 2 ഉണ്ട്, 8 ഉണ്ട്, 4 ഉണ്ട്, 16 ഉണ്ട്. ഇപ്പോൾ 2വിൻ്റെ ഇരട്ടിയാണ് 4, 4ൻ്റെ ഡബിളാണ് 8, 8ൻ്റെ ഡബിളാണ് 16. അപ്പോൾ എങ്ങനെ എഴുതാം, 2 4 6, 2 4 8 16. വീണ്ടും 16ൻ്റെ ഡബിൾ ആണെങ്കിൽ 32, അങ്ങനെ നമുക്ക് എഴുതാം. 32 ഇവിടെ ഇല്ല, ഇവിടെ ഉള്ളത് മാത്രം എഴുതിയാൽ മതി. നമ്പർ കാർഡ്സ് യൂസ് ചെയ്തിട്ട് നമ്പർ പാറ്റേൺ ഉണ്ടാക്കാനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, 3 പാറ്റേൺ ഉണ്ടാക്കണ്ടേ? അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പാറ്റേൺ ഏതുണ്ടാക്കാം? ഇവിടെ നോക്കി, 1001, 1003, 1005, അതിന് മുൻപ് 999. അപ്പോൾ നോക്കാം, 999, 1001, 1003, 1005 2 വീതം എന്ത് ചെയ്തിരിക്കുന്നു, കൂടി പോയിരിക്കുന്നു. അതാണ് ഇവിടുത്തെ ഒരു പാറ്റേൺ. ഇനി നമുക്ക് മറ്റൊരു പാറ്റേൺ ഉണ്ടാക്കണം, മൂന്നാമത്തെ പാറ്റേൺ. ഇവിടെ നോക്കിയേ, 1300, 1350, 1400, 1450 ഉണ്ടോ? അങ്ങനെ ഒരു പാറ്റേൺ ഇല്ലേ? യെസ്, 50 വീതം കൂട്ടി പോകുന്ന ഒരു പാറ്റേൺ. മനസ്സിലായോ? ഈ ക്വസ്റ്റ്യൻ മനസ്സിലായി? ഇങ്ങനെ ഒരു നമ്പർ കാർഡ്സ് ഉപയോഗിച്ചിട്ട് പാറ്റേൺ ഉണ്ടാക്കാൻ അറിയാലോ? യെസ്. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു. കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് നിങ്ങൾക്കറിയാം. 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ കിഡ്സ് ഏരിയ ഓൺലൈൻ ലൈവായിട്ട് ട്യൂഷൻ നൽകിക്കൊണ്ടിരിക്കുകയാണ്, ക്ലാസ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. മൺഡേ ടു ഫ്രൈഡേ ക്ലാസ് ആണ്, സാറ്റർഡേ എക്സാം ആണ്. എല്ലാ സാറ്റർഡേസിലും വീക്ക്ലി എക്സാം ആണ്. ഇപ്പോൾ സെപ്റ്റംബർ 18 ടേം 2 ക്ലാസ് സ്റ്റാർട്ട് ആവുകയാണ്. സെപ്റ്റംബർ 18 നെക്സ്റ്റ് ടേം 2 ക്ലാസ് സ്റ്റാർട്ട് ആകുന്നത്. 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സൂമിൽ ലൈവ് ക്ലാസ് ആയിട്ടാണ് ക്ലാസ് ഉള്ളത്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്.